ഇന്ത്യൻ ജനാധിപത്യത്തിൽ പുതുചരിത്രം. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. ലോക്സഭാ സ്പീക്കറിന്റെ ചെയറിന് സമീപം ചെങ്കോലും സ്ഥാപിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ലളിതവും പ്രൗഢഗംഭീരവുമായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്. രാവിലെ 7:30 പുതിയ മന്ദിരത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. പിന്നീട് ഗണപതി ഹോമം അടക്കമുള്ള പൂജാകർമ്മങ്ങൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പുരോഹിതർ പൂർണ്ണകുംഭം നൽകിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ചെങ്കോലിനു മുന്നിൽ പ്രധാനമന്ത്രി നമസ്കരിച്ചു. തിരുവാടുത്തുറൈ പ്രതിനിധി കൈമാറിയ ചെങ്കോൽ ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചു. ലോക്സഭയിൽ നിലവിളക്ക് തെളിയിച്ചു. ഉദ്ഘാടന ഫലകവും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികളെ ആദരിച്ചു. ശേഷം സർവമത പ്രാർത്ഥനയോടെ ഉദ്ഘാടന ചടങ്ങിന്റെ ആദ്യഘട്ടം സമാപിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് രണ്ടാം ഘട്ട ചടങ്ങുകൾ ആരംഭിച്ചത്. വീർ സാവർക്കറുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ലോക്സഭാ ഹാളിൽ എത്തിയത്. കരഘോഷങ്ങളോടെ ക്ഷണിക്കപ്പെട്ട സദസ് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെയും സന്ദേശം രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ചടങ്ങിൽ വായിച്ചു. പുതിയ പാർലമെന്റിനെ കുറിച്ചുള്ള വീഡിയോയും പ്രദർശിപ്പിച്ചു. 75 രൂപ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. अवगत करा दूं कि 75 रुपए का यह स्मारक सिक्का भारत सरकार के कोलकाता टकसाल ने चांदी, तांबा, निकेल एवं जिंक धातुओं के मिश्रण से तैयार किया है. ഇതിനുശേഷമായിരുന്നു പ്രധാനമന്ത്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വിധി നിർണ്ണയിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഇടമാകും പുതിയ പാർലമെന്റ് മന്ദിരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ദാരിദ്ര്യമില്ലാതാക്കാൻ സഹായിക്കും. നാടിന്റെയും ജനങ്ങളുടെയും വികസനമാണ് പ്രചോദനം. കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്ത് 4 കോടി പാവപ്പെട്ടവർക്ക് വീടും 11 കോടി ടോയ്ലറ്റുകളും നിർമ്മിച്ചതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ സംതൃപ്തിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आने वाली सदियों को सजाने संवारने वाला है. यहां होने वाला हर निर्णय आने वाली पीढ़ियों को सशक्त करने वाला होगा. यहां होने वाला हर निर्णय भारत के उज्ज्वल भविष्य का आधार बनेगा. गरीब, दलित, पिछड़ा, आदिवासी, दिव्यांग, समाज के हर वंचित परिवार के सशक्तिकरण का, वंचितों को वरीयता का रास्ता यहीं से गुजरता है. इस नए संसद भवन की हर ईंट, हर दीवार, इसका कण कण गरीब के कल्याण के लिए समर्पित है.
ആസാദി കാ അമൃത് കാൽ ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യത്തിന് ഒരു പുതിയ പാർലമെന്റ് സമ്മാനിച്ചുവെന്ന് പ്രധാനമന്ത്രി. പുതിയ പാർലമെന്റ് ഒരു കെട്ടിടം മാത്രമല്ല, 140 കോടി ജനങ്ങളുടെ അഭിലാഷത്തിന്റെ പ്രതീകമാണ്. ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ഇത് ലോകത്തിന് നൽകുന്നത്. സ്വാശ്രയ ഇന്ത്യയുടെ ഉദയത്തിന് ഈ പുതിയ പാർലമെന്റ് സാക്ഷ്യം വഹിക്കും. പുതിയ പാർലമെന്റ് സമുച്ചയം വികസിത ഇന്ത്യ എന്ന പ്രമേയം സാക്ഷാത്കരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. एक भवन नहीं है, ये 140 करोड़ भारतवासियों की आकांक्षाओं और सपनों का प्रतिबिंब है. ये विश्व को भारत के दृढ़ संकल्प का संदेश देता हमारे लोकतंत्र का मंदिर है. ये नया भवन हमारे स्वतंत्रता सेनानियों के सपनों को साकार करने का माध्यम बनेगा. പുതിയ പാർലമെന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. വരും കാലങ്ങളിൽ സീറ്റുകളുടെയും എംപിമാരുടെയും എണ്ണം കൂടും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം വഴി 60,000 തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് മാത്രമല്ല 21 പ്രതിപക്ഷ പാർട്ടികൾ അതേസമയം പാർലമെന്റ് ജനാധിപത്യത്തിലെ കറുത്ത ദിനമായിരുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ക്ഷണിക്കാത്തത് അവഹേളനമാണ്. സവർക്കറുടെ ദിനം തന്നെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് തിരഞ്ഞെടുത്തതിൽ സവർണ വർഗീയ അജണ്ടയുണ്ട്. ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളോട് BJPക്ക് ബഹുമാനമില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് മാത്രമല്ല 21 പ്രതിപക്ഷ പാർട്ടികൾ ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും മാറ്റി നിർത്താനുള്ള കാരണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകാൻ BJPക്കോ പ്രധാനമന്ത്രിക്കോ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് കേവലം നിസ്സാരമായ കാര്യമാണോ? നമ്മൾ ബഹുമാനിക്കുന്ന ചില ഭരണഘടനാ മൂല്യങ്ങളും തത്വങ്ങളും ഉണ്ട്. അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ? അപ്പം ഇതിനകത്തുള്ളത് വളരെ വ്യക്തമാണ്. RSS നിയന്ത്രിക്കുന്ന സവർണ വർഗീയ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഈ തീരുമാനം. ഇന്ത്യ രാജ്യത്തെ ഒരിക്കലും ചെയ്തുകൂടാൻ പറ്റാത്ത അക്ഷന്തവുമായ തെറ്റാണ് അവർ ചെയ്തത്. പുതിയ പാർലമെന്റ് മന്ദിരത്തെ ശവപ്പെട്ടിയുടെ ആകൃതിയോട് ഉപമിച്ച് RJD ട്വിറ്ററിലൂടെയാണ് RJDയുടെ ഈ പരിഹാസം. പുതിയ പാർലമെന്റിന്റെ ചിത്രത്തിനോടൊപ്പം ശവപ്പെട്ടിയുടെ ചിത്രവും ഉൾപ്പെടുത്തി. എന്താണിത് എന്ന ചോദ്യത്തോടെയാണ് RJDയുടെ ട്വീറ്റ്. ചോദ്യത്തിന് മറുപടിയുമായി BJP രംഗത്തെത്തി. RJDയുടെ ഭാവി എന്താണ് എന്നതിന് പ്രതീകമാണ് ശവപ്പെട്ടിയെന്ന് BJP മറുപടി നൽകി. പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്കുള്ള ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ മാർച്ച് തടഞ്ഞ് ഡൽഹി പോലീസ് തീർത്ത ബാരിക്കേഡ് മറികടക്കാൻ ഗുസ്തി താരങ്ങൾ ശ്രമിച്ചതോടെ വനിതാ താരങ്ങളെയും പുരുഷ താരങ്ങളെയും പോലീസ് വലിച്ചിഴച്ചു കസ്റ്റഡിയിലെടുത്തു. സമാധാനപരമായി നീങ്ങിയ മാർച്ചിനുള്ളിൽ കടന്ന് തങ്ങളെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ഗുസ്തി താരങ്ങൾ ആരോപിക്കുകയും ചെയ്തു. ये देखिए यहाँ पे पूरी पुलिस ने पूरी बैरिकेडिंग कर दी और हमारे बहुत सारे लोगों को 1000-2000 लोगों को तो डिटेन कर चुके हैं. चाहे वो हरियाणा में हो, दिल्ली में हो, कहीं पे भी हो, उनके घर पे पुलिस बैठा दी है. और जो लोग बोल रहे हैं ना कि आज ब्रजभूषण कि भाई मैं 15 लाख आदमी इकट्ठे कर दूँ, जिस पे आरोप लग रहे हैं, उसको तो ये आज़ादी दे रहे हैं. और यहाँ एक जो ये देश की बेटियां जो न्याय मांग रही है, उनके साथ ये ऐसा व्यवहार कर रहे हैं. और आज लोकतंत्र का तो उद्घाटन कर रहे हैं, लोकतंत्र की हत्या कर रहे हैं देश में. ब्रजभूषण का बयान आया, अभी भी उन्होंने कहा है कि मैंने सारी मांगे तो इनकी मान ली है, बस मैं इनसे ये वो कौन होते मांगने वाले? वो कौन होते वो सिर्फ राजनीति कर रहे हैं, सिर्फ राजनीति. वो तो बोल रहे मैं सरकार को भी झुका दूंगा. हम सरकार से हाथ जोड़ के विनती कर रहे हैं कि भाई इन बेटियों को न्याय दे दो. पोक्सो को बदलवाने की बात कर रहे हैं, वो कानून को तोड़ने की बात कर रहे हैं. हम कानून के आगे हाथ जोड़ रहे हैं कि भाई हमें इन बेटियों को न्याय दे दीजिए. താരങ്ങളെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയതിന് പിന്നാലെ ജന്തർ മന്ദിറിലെ സമരവേദിയിലെ കൂടാരങ്ങളും പോലീസ് പൊളിച്ചു നീക്കി. ഡൽഹിയിൽ BJP മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് യോഗം.
മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് മന്ദിര ഉദ്ഘാടനത്തിന് ശേഷമായിരുന്നു യോഗം. സംസ്ഥാനങ്ങളിലെ വികസന പ്രവർത്തനങ്ങളായിരുന്നു അജണ്ടയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പും ചർച്ചയായെന്നറിയുന്നു. BJP ആസ്ഥാനത്താണ് യോഗം വിളിച്ചു ചേർത്തത്. മണിപ്പൂരിൽ ഇതുവരെ 30 ഭീകരരെ വധിച്ചുവെന്ന് മുഖ്യമന്ത്രി N. ബീരേൻ സിംഗ്. നിരവധി അക്രമികളെ അറസ്റ്റ് ചെയ്തു. കരസേനാ മേധാവി മനോജ് പാണ്ഡെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ബീരേൻ സിംഗ് ഈ കണക്ക് പുറത്തുവിട്ടത്. ഇതിനിടെ മണിപ്പൂരിൽ സംഘർഷം തുടരുകയാണ്. ഇന്ന് 4 പേർ കൊല്ലപ്പെട്ടു. സുഗുനുവിൽ 3 പേരും ഫായങ്ങിൽ ഒരാളും വെടിയേറ്റ് മരിച്ചു. സുരക്ഷാ സേനയും ആയുധധാരികളായ അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടി. അക്രമങ്ങളിലേറെയും ചുരാചന്ദ്പൂരിന് സമീപമാണ് സംഭവിച്ചത്. അക്രമങ്ങൾക്കിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ മണിപ്പൂരിലെത്തും. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം പട്നയിൽ ചേരും. അടുത്ത മാസം 12-നാണ് യോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് യോഗം. BJP വിരുദ്ധ ചേരിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്ക് വേഗം കൂട്ടുകയാണ് ലക്ഷ്യം. പാർലമെന്റ് ഉദ്ഘാടനം അത് ബഹിഷ്കരിച്ച 20 രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചതിന് പിന്നാലെയാണ് ഈ യോഗം നിശ്ചയിച്ചത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മുൻകൈയെടുത്താണ് യോഗം വിളിച്ചത്. വയനാട് തിരുനെല്ലിയിൽ കടബാധ്യത മൂലം കർഷകൻ ആത്മഹത്യ ചെയ്തു. കർഷകൻ മുകുന്ദ മന്ദിരത്തിൽ PK തിമ്മപ്പനാണ് ജീവനൊടുക്കിയത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, വയനാട് തിരുനെല്ലിയിലെ കടബാധ്യത മൂലം കർഷകന്റെ ആത്മഹത്യയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തകളൊന്ന്. കർഷകൻ PK തിമ്മപ്പൻ എന്നയാളാണ് ജീവനൊടുക്കിയത്. വലിയ കടബാധ്യതയുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും കർഷക ആത്മഹത്യ അത് തുടരുന്നു സംസ്ഥാനത്ത് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. മറ്റൊരു കർഷകൻ കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു. വാർത്തകൾ വിശദമായി വീണ്ടും നമ്മൾ കർഷക ആത്മഹത്യയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. വയനാട് തിരുനെല്ലിയിൽ കടബാധ്യത മൂലം കർഷകൻ ആത്മഹത്യ ചെയ്തു. മുകുന്ദ മന്ദിരത്തിൽ PK തിമ്മപ്പൻ എന്ന കർഷകനാണ് ജീവനൊടുക്കിയത്. രതീഷ് വാസുദേവൻ വിവരങ്ങൾ നൽകും. രതീഷ്, എന്താണ് സംഭവിച്ചത്? എന്തോ ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ്. ഇദ്ദേഹത്തിന് കർഷകനാണ്. ഇദ്ദേഹം ദീർഘകാലമായി കൃഷി ചെയ്യുന്ന ആളാണ്. എന്നാൽ കാര്യമായ വിള ഈ കൃഷിയിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടും മറ്റും കൃഷി നശിച്ച ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ കടബാധ്യത ഇദ്ദേഹത്തിന് വന്നു ചേർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 13 ലക്ഷത്തിലധികം കടബാധ്യത ഇദ്ദേഹത്തിന് സ്വകാര്യ വ്യക്തികളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് മാനസികാസ്വാസ്ഥ്യവുമായി ബന്ധപ്പെട്ട് ചില ചികിത്സകളൊക്കെ തന്നെ നടത്തിയിരുന്നു. വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കാര്യം ഇത് കഴിഞ്ഞ ഒരു മാസം മുൻപാണ് പൊതുപ്രവർത്തകനായ ചെന്നലോട് സ്വദേശിയായിട്ടുള്ള ഒരാൾ ഇതേപോലെ കർഷകൻ ആത്മഹത്യ ചെയ്തത്. വയനാട്ടിൽ വീണ്ടും കർഷകർ തന്നെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബാങ്കുകളുടെ അനുഭാവപൂർണമായ നടപടി ഇത്തരം കർഷകർക്ക് അനുകൂലമായി വേണമെന്ന ആവശ്യം ഇപ്പോൾ വല്ലാതെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും തിരുനെല്ലിയിലെ തിമ്മപ്പയുടെ സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടന്നു. വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ ഇത്തരം വിഷയത്തിൽ കർഷകരെ ഗുണകരമാവുന്ന രീതിയിലുള്ള സർക്കാരിന്റെയും ബാങ്കുകളുടെയും അനുഭാവപൂർവമായ നടപടി അടിയന്തരമായി വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും സങ്കടകരമായ ഒരു സംഭവമാണ്. രതീഷ്, ഈ ബാങ്കിൽ നിന്നും കടമെടുത്തിരുന്ന ബാങ്കിൽ നിന്നും സമ്മർദ്ദം നേരിട്ടിരുന്നോ തിമ്മപ്പൻ? സ്വാഭാവികവും ബാങ്ക് എന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ഔദ്യോഗികമായ നോട്ടീസ് കാര്യങ്ങളൊക്കെ പതിവ് പോലെ ലഭിക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെ പല രീതിയിൽ തിരിച്ചടയ്ക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. തിമ്മപ്പയും അത് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കൂടുതൽ കാലം ഇത് പണം തിരിച്ചടയ്ക്കാനുള്ള ശേഷി തനിക്കില്ല എന്നുള്ള അത്തരം ഒരു മാനസികാവസ്ഥയിലായിട്ടുണ്ടാവാം അദ്ദേഹം എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ പറയുന്നത്. ഒരുപാട് സ്ഥലമുള്ള വ്യക്തിയായിട്ട് കൂടി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. അതുകൊണ്ട് ചെറുകിട കർഷകർ ഉൾപ്പെടെ ഇത്തരത്തിൽ മാനസികമായി തളർന്ന അല്ലെങ്കിൽ വിളയ്ക്ക് വിലയില്ലാത്ത അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിപണിയോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വയനാട്ടിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് കർഷകർക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള സർക്കാരിന്റെയും ബാങ്കുകളുടെയും ഒരു ഇടപെടൽ വേണമെന്ന പൊതുവായിട്ടുള്ള ഒരു ചർച്ച വയനാട്ടിൽ ഉയർന്നു വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് പ്രതിപക്ഷ ഭേദം ഉയർന്നു വന്ന ഒരു വിഷയമാണ്.
എന്തായാലും ഇത് ഗൗരവമായി തന്നെ സർക്കാർ ഇതിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ വീണ്ടും കർഷക ആത്മഹത്യ. പത്തനംതിട്ടയിൽ അച്ചൻകോവിലാറിൽ കാണാതായ 2 കുട്ടികൾ മരിച്ചു. വെട്ടൂർ സ്വദേശികളായ അഭിരാജ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഫുട്ബോൾ കളിച്ച ശേഷം കടവിൽ കുളിക്കാനെത്തിയതായിരുന്നു 2 പേരും. മലപ്പുറം നിലമ്പൂരിൽ ചാലിയാർ പുഴയിൽ നീന്താനിറങ്ങിയ ആൾ മുങ്ങി മരിച്ചു. തിരുവനന്തപുരം സ്വദേശി റാസിയാണ് മരിച്ചത്. ആന്റി മാവോയിസ്റ്റ് സ്പെഷ്യൽ സ്ക്വാഡ് കമാൻഡോ ആയിരുന്നു. സഹപ്രവർത്തകർക്കൊപ്പം ചാലിയാർ പുഴയിൽ നീന്താനിറങ്ങിയതായിരുന്നു ഇയാൾ. മുങ്ങിമരണം വീണ്ടും സംഭവിച്ചു. കോഴിക്കോട് കോടഞ്ചേരി പതങ്കയം വെള്ളച്ചാട്ടത്തിൽ വീണ് യുവാവ് മരിച്ചു. എരഞ്ഞിപ്പാലം സ്വദേശി അമലാണ് മരിച്ചത്. കുളിക്കുന്നതിനിടെ കയത്തിലകപ്പെടുകയായിരുന്നു. അപകട സാധ്യതയുള്ളതിനാൽ പതങ്കയത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. പുഴയുടെ മറുഭാഗത്തുകൂടിയാണ് 4-അംഗ സംഘം പുഴയിൽ കുളിക്കാനിറങ്ങിയത്. കുളിക്കുന്നതിനിടെ കയത്തിൽ അകപ്പെടുകയായിരുന്നു. കണ്ണൂർ മണക്കടവിലും സമാനമായിട്ടുള്ള അനുഭവം. പുഴയിൽ വീണ ഒരാൾ മരിച്ചു. കണ്ണൂർ പള്ളിക്കുന്നിലെ ജേക്കബ് വിൽഫ്രഡ് ആണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ 10ഓളം പേരാണ് പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയത്. പാറപ്പുറത്ത് നിന്ന് കാല് തെറ്റി കയത്തിലേക്ക് വീണ ജേക്കബിനെ കൂടെയുണ്ടായിരുന്നവർ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. തുടർന്ന് തളിപ്പറമ്പിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഇയാളുടെ മൃതദേഹം പുറത്തെടുത്തത്. ആലക്കോട് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. കൊച്ചി മറൈൻ ഡ്രൈവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. വയനാട് ബത്തേരി സ്വദേശി താഹിർ, കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ആഷിൻ തോമസ് എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. എറണാകുളം അബ്ദുൽ കലാം മാർഗിലെ കടയിൽ ജോലി ചെയ്തുവെന്ന പ്രതി അവിടെ എത്തിയ പെൺകുട്ടിയെ പരിചയപ്പെടുകയായിരുന്നു. ഫോണിലൂടെ ബന്ധം തുടരുകയും പ്രണയമാണെന്ന് പെൺകുട്ടിയെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവരുകയും ചെയ്തു. ആഭരണങ്ങൾ കാണാനില്ലെന്ന് കാട്ടി കുട്ടിയുടെ മാതാപിതാക്കൾ മുളവുകാട് പോലീസിൽ പരാതി നൽകി. പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. വിഷ്ണു എന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് താഹിർ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത്. ആഭരണം വിറ്റുകിട്ടുന്ന പണം കൊണ്ട് പ്രതികൾ ലഹരിമരുന്നുകൾ വാങ്ങുകയും ആർഭാട ജീവിതം നയിക്കുകയുമായിരുന്നു. അബ്ദുൽ കലാം മാർഗിൽ വരുന്ന മറ്റു പെൺകുട്ടികളെ ഇവർ ഇത്തരത്തിൽ വലയപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ലഹരിക്കടിമകളാക്കിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മുളവുകാട് SI സുനേക് NGയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. പിടി തരാതെ അരിക്കൊമ്പൻ. തമിഴ്നാട് വനം വകുപ്പിന്റെ ദൌത്യസംഘത്തെ വലയ്ക്കുകയാണ് അരിക്കൊമ്പൻ. ഒറ്റയാൻ മേഘമല കടുവ സങ്കേതത്തിലെ ഉൾവനമേഖലയിലേക്ക് കയറി. ക്ഷീണിതനായതിനാൽ ഉടനെ ജനവാസ മേഖലയിലേക്ക് തിരികെ എത്തില്ല എന്നതാണ് വിലയിരുത്തൽ. അരിക്കൊമ്പൻ തിരികെ എത്തിയാൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ ദൌത്യസംഘം മേഖലയിൽ തുടരുകയാണ്. ചിന്നക്കനാലിൽ വനം വകുപ്പിനെ വട്ടം കറക്കിയതുപോലെ തന്നെ കമ്പത്തും തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുറ്റിക്കുകയാണ് അരിക്കൊമ്പൻ. GPS കോളർ സിഗ്നൽ പ്രകാരം മേഘമല കടുവാ സങ്കേതത്തിലാണ് അരിക്കൊമ്പനുള്ളത്. ഇന്നലെ രാത്രി കമ്പത്ത് നിന്നും കമ്പമേട് റോഡിലേക്ക് കയറിയ കൊമ്പൻ പുലർച്ചെ പ്രത്യക്ഷപ്പെട്ടത് നേരെ എതിർദിശയിലുള്ള ചുരുളിപ്പെട്ടി വെള്ളച്ചാട്ടത്തിന്റെ സമീപമാണ്. പിന്നീട് ആനഗജം വഴി കുത്തനാച്ചിയാർ വനമേഖലയിലേക്കും തുടർന്ന് മേഘമല ഭാഗത്തേക്കും ആന കടന്നു. അരിക്കൊമ്പൻ തിരികെ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് വനമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും കമ്പത്തെത്തി. இந்த யானையினால மக்களுக்கு எந்த ஆபத்தும் வரக்கூடாது ஒன்று. இன்னொன்று அதை பார்த்து அதை பயந்து மக்கள் விரட்ட ஆரம்பிச்சாங்க, கத்தல் கூச்சலிட ஆரம்பிச்சாங்கன்னா அப்புறம் அதில் யானை பயந்து மறுபடியும் மக்களை தாக்க நேரிடும். இது யானைக்கும் பிரச்சனை, மிக முக்கியமாக அங்கே இருக்கிற மக்களுக்கும் பிரச்சனை. அதனால இது ஒரு அமைதியான ஒரு நிலைமையை கொண்டு யானையை நம்ம பிடிக்கிறதுக்காகவோ இல்லை திருப்பி பாதுகாக்கப்பட்ட வனப்பகுதிகளில் விடுறதுக்கு அனைத்து முயற்சியும் எடுத்துக்கொண்டு வருகிறோம். മേഘമല കടുവാ സങ്കേതത്തിലേക്ക് കയറിയ അരിക്കൊമ്പൻ ഉടനെ തിരികെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കുറവാണെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. അരിക്കൊമ്പൻ തിരികെ എത്തിയാൽ മയക്കുവെടി വെക്കുന്നതിനുൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി വനംവകുപ്പ് സജ്ജമാണ്.
ന്യൂസ് 18 കമ്പം. അരിക്കൊമ്പനെ പിടികൂടി തമിഴ്നാട് കുങ്കിയാനാക്കി മാറ്റട്ടെ എന്ന് എം മണി MLA. ജനവാസ മേഖലയിലെത്തിയ ഉടൻ ആനയെ പിടികൂടാൻ തമിഴ്നാട് ശ്രമം ആരംഭിച്ചത് കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടുപഠിക്കണമെന്നും എം മണി പരിഹസിച്ചു. റേഡിയോ കോളർ പ്രവർത്തിക്കുന്നതാണോ എന്ന് ആർക്കെങ്കിലും അറിയാമോ എന്നും എം മണി ചോദിച്ചു. ക്യാമറ വിവാദത്തിൽ സർക്കാരിനെതിരെ വീണ്ടും രമേശ് ചെന്നിത്തല. ക്യാമറ ഓരോന്നിനും തോന്നും പോലെ വിലയിട്ടു. ഒരു ക്യാമറയ്ക്ക് 10 ലക്ഷം രൂപ വരെ ആക്കി മാറ്റിയ മായാജാലമാണത്. അക്ഷര കമ്പനിയുമായി ബന്ധപ്പെട്ട് രേഖകളും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഒരു സ്വകാര്യ കമ്പനിയുടെ ട്രേഡ് സീക്രട്ട് പുറത്താകുമെന്ന് പറയുന്ന വിചിത്ര മറുപടിയാണ് വിവരാവകാശ ചോദ്യത്തിന് കെൽട്രോൺ നൽകിയതെന്നും ചെന്നിത്തല വിമർശിച്ചു. കെൽട്രോൺ എങ്ങനെയാണ് വിവരാവകാശത്തിന് ഞങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് പറയുന്നത്? മത്സരാധിഷ്ഠിത ടെൻഡറിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അത് വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമില്ലേ? അത് ഒരു നാണംകെട്ട മറുപടിയാണ് കെൽട്രോൺ ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ ബെനിഫിഷ്യറി ആരാണ്? ഇതിന്റെ ബെനിഫിഷ്യറി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കെൽട്രോൺ സബ് കോൺട്രാക്ട് ലഭിച്ച സ്വകാര്യ കമ്പനികളുടെ ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്ന കാര്യം. കെൽട്രോണിന്റെയും ഗവൺമെന്റിന്റെയും മുഖം കൂടുതൽ വികൃതമായിരിക്കുകയാണ്. ക്യാമറയുടെ ഓരോ പാർട്ടിനും തോന്നുന്ന പോലെ വിലയിട്ട് അങ്ങനെ ക്യാമറയുടെ വില മൊത്തത്തിൽ ഒരു ക്യാമറയുടെ വില 10 ലക്ഷമാക്കി കാണിക്കുന്ന മായാജാലമാണ് കെൽട്രോൺ ചെയ്തത്. അതുകൊണ്ട് എത്ര നിങ്ങൾ മൂടി വെച്ചാലും ബിരിയാണി ചെമ്പിൽ പൂർത്തി വെച്ചാലും ഈ വസ്തുതകളൊക്കെ പുറത്ത് ഞങ്ങൾ കൊണ്ടുവരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. KSU സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിനിടെ വാക്കേറ്റവും കയ്യാങ്കളിയും. KPCC ആസ്ഥാനത്ത് നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലായിരുന്നു സംഘർഷം. പ്രായപരിധി കഴിഞ്ഞവരെയും വിവാഹിതരെയും കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നതിലെ ചർച്ചയാണ് സംഘർഷത്തിൽ കലാശിച്ചത്. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി പക്ഷം സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറിന്റെ അനുകൂലികളുമായി ഏറ്റുമുട്ടുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയിൽ ചേരിപ്പോര് രൂക്ഷമാവുകയാണ്. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലാണ് ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് തർക്കമുറുകുന്നത്. AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലും പാർട്ടി നേതൃത്വം ഇടപെടുന്നില്ല എന്നതാണ് പ്രധാന ആക്ഷേപം. ഉമ്മൻചാണ്ടി അനുകൂലികളും സംയുക്ത വിഭാഗവും എന്ന നിലയിലാണ് സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലെ ചേരിതിരിവ്. 2021-22 വർഷത്തെ പ്രസിഡന്റായിരുന്ന MS ജ്യോതിഷാണ് ഉമ്മൻചാണ്ടി പക്ഷത്തെ നയിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചേരിമാറിയ MS ഇർഷാദാണ് വിഭാഗത്തിന്റെ അമരത്ത്. കഴിഞ്ഞ വർഷം ഭാരവാഹികളെ തീരുമാനിക്കാൻ തെരഞ്ഞെടുത്ത റിട്ടേണിംഗ് ഓഫീസറെ വിഭാഗം അംഗീകരിക്കാതെ വന്നതോടെയാണ് അമർഷം പരസ്യമായത്. തുടർന്ന് ജ്യോതിഷ് വിഭാഗം തെരഞ്ഞെടുപ്പുമായി മുമ്പോട്ട് പോയപ്പോൾ മറുവിഭാഗം ഒറ്റ ദിവസത്തിനുള്ളിൽ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. പ്രശ്നപരിഹാരത്തിനായി പാർട്ടി നേതൃത്വം ഇടപെടൽ നടത്തുന്നില്ലെന്ന വിമർശനമാണ് വിഭാഗത്തിന്. ദൗർഭാഗ്യം പറയട്ടെ, KPCCയോ മറ്റ് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ ഈ വിഷയം പരിഹരിക്കുന്നത് ഞങ്ങളെ വിളിച്ച് ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ മുഖ്യ പോരായ്മ. സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ ഭൂരിഭാഗം വരുന്ന അംഗങ്ങളെല്ലാം ഞങ്ങളെ വിഭാഗത്തോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതേസമയം തങ്ങളാണ് ഔദ്യോഗിക പക്ഷമെന്നും നേതൃത്വത്തിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നുമുള്ള നിലപാടിലാണ് വിഭാഗം. ഒരാളുടെയും ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ ഹനിച്ചിട്ടില്ല. മാത്രമല്ല, ഈ വിഘടിച്ച് നിൽക്കുന്നവരിൽ നിന്നുള്ളവർ നോമിനേഷൻ നൽകുകയും അവരെ കൂടി ഉൾക്കൊള്ളുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുവാൻ കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങളെല്ലാം തയ്യാറായിട്ടുമുണ്ട്. നിലവിൽ ഇരുവിഭാഗങ്ങളും വെവ്വേറെയായാണ് പരിപാടികൾ പോലും സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ വയനാട് നേതൃസമ്മേളനത്തിലും വിഷയം ചർച്ചയായിരുന്നു. തങ്ങളെ അവഗണിച്ചുകൊണ്ട് വിഭാഗം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയതിലും ഗ്രൂപ്പിന് കടുത്ത അമർഷമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സിറോ മലബാർ സഭ കുർബാന ഏകീകരണത്തിൽ അടിയന്തര സിനഡിന് വത്തിക്കാൻ നിർദ്ദേശം. കുർബാന ഏകീകരണം സംബന്ധിച്ച തർക്കം പരിഹരിക്കലാണ് മുഖ്യ അജണ്ട. ജൂൺ 12 മുതൽ 16 വരെ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് അടിയന്തര സിനഡ്. സിറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗങ്ങൾ വത്തിക്കാനിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ്
വത്തിക്കാൻ നിർദ്ദേശപ്രകാരം അടിയന്തര സിനഡ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇതനുസരിച്ച സന്ദേശം സഭയിലെ മെത്രാൻമാർക്ക് നൽകി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയർപ്പണ രീതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തലാകും ഈ സമ്മേളനത്തിന്റെ മുഖ്യ ലക്ഷ്യം. സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നേരത്തെ സ്ഥിരം സിനഡംഗങ്ങൾ പൗരസ്ത്യ സഭകളുടെ ചുമതലയുള്ള പ്രതിനിധികളുമായി വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ പ്രത്യേക ചർച്ച ചെയ്യാൻ ഈ കൂടിക്കാഴ്ചയിൽ നിർദ്ദേശം വന്നു. കുർബാന ഏകീകരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെയും വത്തിക്കാന്റെ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം അത് തള്ളിക്കളയുകയായിരുന്നു. മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന സഭയുടെ സ്ഥാനിക ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ സിനഡ് കുർബാന മാത്രമേ ചൊല്ലാൻ കഴിയുകയുള്ളൂവെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. സഭയിൽ സ്ഥിതിഗതികൾ അനുദിനം വഷളാകുന്നതിനിടെയാണ് ഇപ്പോൾ സിനഡ് വിളിച്ചു ചേർത്തിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് 18 കൊച്ചി. കാട്ടുപന്നികളെ കൊല്ലാൻ അനുമതി നൽകുന്ന പുതുക്കിയ ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. പൊതുജനങ്ങളുടെ പരാതിയിൽ വൈൽഡ് ലൈഫ് വാർഡന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാമെന്ന് ഉത്തരവിൽ പറയുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉണ്ടായിരുന്ന അധികാരമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൂടി നൽകാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 18-കാരി മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം. ആറ്റിങ്ങൽ സ്വദേശിയായ മീനാക്ഷി അലർജിക്ക് വേണ്ടിയാണ് ചികിത്സ തേടിയെത്തിയത്. എന്നാൽ മറ്റു പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ തിരിച്ചയക്കുകയായിരുന്നു. യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പെൺകുട്ടിയെ തിരികെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സ്പോർട്സ്. IPL-ൽ ഫൈനലിലെ ചെന്നൈ ഗുജറാത്ത് പോരാട്ടം മഴ മൂലം വൈകുകയാണ്. അഹമ്മദാബാദിൽ ഇതുവരെ ടോസ് ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്കൊന്ന് മഴ ശമിച്ചുവെങ്കിലും വീണ്ടും മഴ ശക്തമായിട്ടുണ്ട്. 9:35 ഒരു ഓവർ പോലും കുറയ്ക്കാതെ മത്സരം തുടങ്ങാനാണ് ശ്രമം. അപ്പോഴും തുടങ്ങാനായില്ലെങ്കിൽ അർദ്ധരാത്രി കഴിഞ്ഞ് 12:06 5 ഓവർ മത്സരം നടത്തും. ഇന്ന് മഴ മൂലം കളി നടക്കാതെ വന്നാൽ റിസർവ് ദിനമായ നാളെ ഫൈനൽ മാറ്റിവെക്കും. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ചരിത്രമെഴുതി മലയാളി താരം HS പ്രണോയ്. ഫൈനലിൽ ചൈനീസ് താരം ഹോങ് യാങ്ങിനെ തോൽപ്പിച്ച് പ്രണോയ് കിരീടം നേടി. ആദ്യ ഗെയിം 21-19 നേടിയ പ്രണോയ്ക്ക് രണ്ടാം ഗെയിം 13-21 നഷ്ടമായി. ഒപ്പത്തിനൊപ്പം നിന്ന മൂന്നാം ഗെയിം 21-18 പ്രണോയ് സ്വന്തമാക്കിയത്. മലേഷ്യൻ മാസ്റ്റേഴ്സ് ജയിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരുഷ താരമാണ് HS പ്രണോയ്. വീണ്ടും വാർത്തകൾ വിശദമായി. സാധാരണയിൽ നിന്ന് 50% വിലക്കുറവിൽ ക്യാൻസർ ചികിത്സയ്ക്കായുള്ള മരുന്നുകൾ നിർമ്മിക്കാൻ തയ്യാറെടുത്ത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. KSDPയുടെ ഓങ്കോളജി ഫാർമ പാർക്കിന് വ്യവസായ മന്ത്രി P രാജീവ് നാളെ തറക്കല്ലിടും. രാജ്യത്തെ തന്നെ സംസ്ഥാന പൊതുമേഖലയിൽ ആദ്യ സംരംഭമായ ക്യാൻസർ ഫാർമ പാർക്ക് പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദപരമായിരിക്കും. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ നിർണായകമായ ചുവടുവയ്പ്പാണ് KSDPയിലൂടെ സർക്കാർ നടത്തുന്നത്. ക്യാൻസർ രോഗികൾക്കായി കുറഞ്ഞ ചിലവിൽ ഗുണനിലവാരം ഒട്ടും കുറയാതെ മരുന്നുകൾ എത്തിക്കുക എന്നതാണ് ഓങ്കോളജി ഫാർമ പാർക്കിലൂടെ ലക്ഷ്യമിടുന്നത്. 231 കോടി രൂപ ചെലവഴിക്കുന്ന പദ്ധതി പൊതുമേഖലയിലെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭം കൂടിയാണ്. പുതിയ സാങ്കേതികവിദ്യ RIBS എന്ന് പറയുന്ന റെസ്ട്രിക്റ്റഡ് ആക്സസ് ബാരിയർ സിസ്റ്റം ഏറ്റവും ആധുനികമായ സംവിധാനമാണ് ഇവിടെ സജ്ജീകരിക്കുന്നത്. KSDPയുടെ നേതൃത്വത്തിലുള്ള ഉൽപാദന യൂണിറ്റിന് പുറമെ മറ്റ് സംരംഭകർ, സ്വകാര്യ സംരംഭകരടക്കം സാങ്കേതികവിദ്യ ആർജിക്കുന്ന ആൾക്ക് ഏജൻസികൾക്ക് ഇവിടെ സ്ഥാപനം ആരംഭിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാവശ്യമായ യൂട്ടിലിറ്റീസ് എല്ലാം ഈ പ്രമിസസിൽ ലഭ്യമാണ്. 3 വർഷത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാകുന്ന പദ്ധതിയിലൂടെ ക്യാൻസർ ചികിത്സയ്ക്കായുള്ള 6 കോടി ഗുളികകളും 4.5 കോടി ക്യാപ്സുളുകളും 37 ലക്ഷം കുത്തിവയ്പ് മരുന്നുകളുടെയും വാർഷിക ഉൽപാദനമാണ് KSDP ലക്ഷ്യം വെക്കുന്നത്. പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിലാണ് യൂണിറ്റുകൾ പ്രവർത്തിക്കുക. പരിസ്ഥിതി മലിനീകരണങ്ങൾ പൂർണ്ണമായി തടയുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റും പ്രത്യേകതയാണ്. കേരളത്തിന് പുറമെ ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും KSDP കുറഞ്ഞ ചിലവിൽ മരുന്നുകൾ എത്തിക്കും. ന്യൂസ് 18 ആലപ്പുഴ. ശക്തമായ ത്രികോണ മത്സരാവേശത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് ഉപതെരഞ്ഞെടുപ്പ് നഗരസഭാ ഭരണത്തെ സ്വാധീനിക്കില്ലെങ്കിലും
CPM-നും കോൺഗ്രസിനും BJP-ക്കും ഉപതെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമാണ്. CPM കൗൺസിലർ TP റിനോയുടെ വിയോഗത്തെ തുടർന്നാണ് മുട്ടടയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. മുട്ടട വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. വാർഡിന്റെ വികസന മുരടിപ്പാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വാർഡ് ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം. ശക്തമായ ഒരു മുന്നേറ്റമാണ് കർണാടക തെരഞ്ഞെടുപ്പിന്റെ വിജയം. ഉജ്ജ്വല വിജയമാണ്. അത് ഞങ്ങളെ പ്രവർത്തകർക്ക് വൻ ആവേശം തന്നെ നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലം ഇനി വരുന്ന പാർലമെന്റിന്റെയും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രതിധ്വനി ഈ മുട്ടട വാർഡിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സിറ്റിംഗ് വാർഡ് നിലനിർത്താമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF. വാർഡിലെ വികസന നേട്ടങ്ങൾ LDF എണ്ണി പറയുന്നു. കർണാടകയൊന്നും മുട്ടടയിൽ ഏശില്ലെന്നും ഇടതുമുന്നണി. കർണാടകത്തിൽ ഉണർവ് നേടിയെന്ന് UDF പറയുമ്പോഴും ഈ മുട്ടട വാർഡിൽ UDF-ന് ആ ഉണർവുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാര്യം ഞങ്ങൾ ദൈനംദിനം UDF-ന്റെ പ്രവർത്തനം ഞങ്ങളും വിലയിരുത്തുന്നുണ്ട്, ഞങ്ങളുടെ പ്രവർത്തനം അവരും വിലയിരുത്തുന്നുണ്ടാവും. സ്വാഭാവികമായും പ്രവർത്തകർക്കിടയിലുള്ള ആശയക്കുഴപ്പവും കഴിഞ്ഞ തവണ റിബലായി നിന്ന സ്ഥാനാർത്ഥി ഇത്തവണ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലുള്ള അമർഷവും UDF പ്രവർത്തകർക്കിടയിലുണ്ട്. അത് വോട്ടെണ്ണൽ ദിവസം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ 2ാം സ്ഥാനത്തെത്തിയതിന്റെ ആത്മവിശ്വാസം മുൻനിർത്തിയാണ് BJP-യുടെ പ്രചാരണം. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് പ്രധാന പ്രചാരണ ആയുധം. മോഡി പ്രഭാവമുണ്ട്. അത് കർണാടകയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. ഞാനൊരു NDAയുടെ ഒരു വിശ്വാസിയും മോദി ഭരിക്കുന്ന അതിൻ്റെ പിന്തുടർച്ചയിൽ വന്ന് നിൽക്കുന്ന ഒരു താഴെ അറ്റത്തുള്ള ഒരു കണ്ണിയാണ്. ആ കണ്ണി എന്ന് പറയുന്നത് മോദിജിക്കുള്ള കൈക്കുള്ള കരങ്ങൾ ശക്തി കൊടുക്കുകയാണ്. ആ ശക്തിക്ക് എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളിവിടെ ഉണ്ട്. ആ ജനമാണ് എന്നെ വിജയിപ്പിക്കേണ്ടത്. അവരെ കൂടെയാണ് ഞാൻ. CPM കൗൺസിലറായിരുന്ന TP റിനോയുടെ വിയോഗത്തെ തുടർന്നാണ് മുട്ടടയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. ബുധനാഴ്ച വോട്ടെണ്ണൽ നടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഗർഭകാലം ആഘോഷമാക്കി 9ാം മാസത്തിൽ ഡാൻസ് ചെയ്ത് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് എറണാകുളം കോതമംഗലത്തെ സീത ടീച്ചർ. നിറവയറുമായി ഡാൻസ് ചെയ്ത സീതയെ നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത്. പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീതാധ്യാപികയും കുത്തുകുഴി സ്വദേശിയുമാണ് സീത യദു. പഠിച്ചതും മാസ്റ്റർ ഡിഗ്രി എടുത്തതുമെല്ലാം സംഗീതത്തിലാണെങ്കിലും നൃത്തത്തിലൂടെയാണ് ഇപ്പോൾ കൂടുതൽ പേരും സീതയെ അറിയുന്നത്. കലയുടെ പേരിൽ തന്നെ ആളുകൾ അറിയുന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് സീത പറയുന്നു. 9ാം മാസത്തിൽ ഡാൻസ് ചെയ്യുന്ന വീഡിയോ സാധാരണ പോലെ പോസ്റ്റ് ചെയ്തതാണ്. വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഗർഭകാലമാണെങ്കിലും ഡോക്ടറുടെ അനുമതിയുണ്ടെങ്കിൽ പ്രശ്നമില്ലെന്ന് ഇവർ പറയുന്നു. ശാരീരികമായി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇരുന്നോളാൻ തന്നെയാണ് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിങ്ങും സ്കൂളിലെ മറ്റ് കലാപരിപാടികൾക്കുള്ള ട്രെയിനിങ്ങും കലോത്സവങ്ങൾക്കുള്ള ട്രെയിനിങ്ങും എല്ലാം ഒന്നിച്ച് കൊണ്ടുപോയിരുന്നു ഗർഭകാലത്തിന്റെ തുടക്കം മുതൽ തന്നെ. പക്ഷേ ഓരോരുത്തരും അവരുടെ ശാരീരിക സ്ഥിതി നോക്കണം. സന്തോഷകരമായ ഒരു കാര്യം ചെയ്യുന്നതിനെ എതിർക്കേണ്ടതില്ലെന്നും പരമാവധി പിന്തുണ നൽകിയിട്ടുണ്ടെന്നുമാണ് സീതയുടെ ഭർത്താവ് യദു പറയുന്നത്. വളരെ പ്രതീക്ഷിതമായിട്ടാണ് ഈ വീഡിയോ ഒരുപാട് പേര് കാണാനിടയായതും ഇത് ഇങ്ങനെ ഒരു വൈറലായി പോയതൊക്കെ. അതിനുശേഷം ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ എക്സസൈസുകളോ ഒക്കെ ചെയ്യണതിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഇപ്പം സീതയുടെ കാര്യമാണെങ്കിൽ തന്നെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങിയതും. ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതിനു ശേഷമാണ് ഡ്രൈവ് ചെയ്യാതെ സ്കൂളിൽ പോകും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നിറവയറുമായി ഡാൻസ് ചെയ്ത സീത ടീച്ചറിനെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ന്യൂസ് 18 കോതമംഗലം. അനന്തൻ ക്രിയേഷൻസിന്റെ ബാനറിൽ AV രഞ്ജിത്ത് നിർമ്മിച്ച ഹ്രസ്വ ചലച്ചിത്രം ട്രൂത്തിന്റെ ആദ്യ പ്രദർശനം ആലപ്പുഴ MP AM ആരിഫ് ഉദ്ഘാടനം ചെയ്തു. ആൾക്കൂട്ടത്തിനിടയിലും മനുഷ്യ ജീവിതത്തിന്റെ ഒറ്റപ്പെടൽ പ്രമേയമാക്കുന്ന ദാർശനിക ചിത്രമാണ് ട്രൂത്ത്. ഞാൻ കരയുമ്പോൾ നീ മാത്രം ചിരിക്കാറില്ലല്ലോ. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ വൃദ്ധന്റേതാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഈ ചോദ്യം. ചോദിക്കുന്നത് കണ്ണാടിയോടും. ഓരോ മനുഷ്യരും അവനവനിലേക്ക് ചുരുങ്ങുമ്പോൾ സ്വത്വത്തിന്റെ അടയാളമാവുകയാണ് കണ്ണാടി.
വർത്തമാനകാല സാഹചര്യത്തിലെ മനുഷ്യൻ്റെ അവസ്ഥയെ തികച്ചും ഒരു സാമൂഹ്യ ജീവിയായി നിൽക്കുമ്പോഴും തികഞ്ഞ ഒറ്റപ്പെടലുകൾ എല്ലാ മനുഷ്യരിലും അവശേഷിക്കുന്നു. തൻ്റെ സുഹൃത്തായി തൻ്റെ എല്ലാ കൃത്യമായ വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് കണ്ണാടി മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷോർട്ട് സ്റ്റോറി അവസാനിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ പറഞ്ഞു നിർത്തുന്നത്, ഞാൻ കരയുമ്പോൾ നീ ചിരിക്കാറില്ലല്ലോ എന്ന ഒരു വരി എഴുതിക്കൊണ്ട് മാത്രമാണ്. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കായംകുളം SP സിനിമാസിൽ AM ആരിഫ് MP ഉദ്ഘാടനം ചെയ്തു. 10-13 മിനിറ്റ് മാത്രമുള്ള ഒരു ഹ്രസ്വ ചിത്രത്തിൽ ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരു കണ്ണാടിയാണ് നമ്മുടെ മുമ്പാകെ തുറന്നു പിടിച്ചത്. കണ്ണാടിയുമായുള്ള ബന്ധം വിവിധ സന്ദർഭങ്ങളിൽ കണ്ണാടിയുടെ അതിൻ്റെ പ്രതലങ്ങളെ ആസ്പദമാക്കിയാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ട്. ജിതേഷ് ശ്രീരംഗമാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും. വിജു വിശ്വനാഥ് ഛായാഗ്രഹണവും അക്ഷാത് കണ്ണൻ എഡിറ്റിംഗും നിർവഹിച്ച ചിത്രത്തിൽ സീരിയൽ നടൻ രാജീവ് K. ശിവദാസ്, വിനോദ് S. ദാസ്, ഷാരി ഷാരംഗ്, മാസ്റ്റർ അനന്തനാരായണൻ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ന്യൂസ് 18 കായംകുളം. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യം പഠിക്കാൻ അയനം ഹെറിറ്റേജ് യാത്രയുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കേരള ഘടകം കാസർഗോഡ് അനന്തപുരം മുതൽ കന്യാകുമാരിയിലെ എരണിയൽ വരെയാണ് സംഘം യാത്ര നടത്തുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കേരള ചാപ്റ്റർ ഹെറിറ്റേജ് സെല്ലിന്റെ അയനം ഹെറിറ്റേജ് യാത്രയ്ക്ക് കാസർഗോഡ് നിന്നാണ് തുടക്കമായത്. 25 വാസ്തുശില്പികളുടെ സംഘമാണ് 15 ദിവസം കേരളത്തിന്റെ വാസ്തുശില്പികൾ, ചരിത്രകാരന്മാർ, എഴുത്തുകാർ തുടങ്ങിയവരാൽ ക്യൂറേറ്റ് ചെയ്ത സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്. വിവിധ പ്രദേശങ്ങളുടെ ചരിത്രപരമായ സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ആശയം പുതുക്കുന്നതിനും ചരിത്രത്തിൽ അവയുടെ സ്ഥാനം പുനർനിർണയിക്കുന്നതിനുമായാണ് യാത്ര. കൊളോണിയൽ കാലഘട്ടത്തിന് മുൻപുള്ള കേരളത്തിലെ മനുഷ്യവാസ കേന്ദ്രങ്ങളുടെ പരിണാമത്തിന്റെ വഴികൾ മനസ്സിലാക്കുക, കേരളത്തിൽ ഉടനീളമുള്ള വിവിധ പ്രദേശങ്ങളിലെ ചരിത്രപരമായ സമാനതകളെക്കുറിച്ച് അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യവും യാത്രയ്ക്കുണ്ട്. ഇതുവരെ കാണാൻ സാധിക്കാത്ത സാംസ്കാരിക പൈതൃക ഇടങ്ങളെ തൊട്ടറിയാനായിട്ടും കണ്ടറിയാനായിട്ടുള്ള ഒരു യാത്രയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇതുപോലെ 100-ലധികം ചരിത്ര പൈതൃക സ്മാരകങ്ങൾ സന്ദർശിച്ച് ഇതുപോലെയുള്ള നാടൻ കലാരൂപങ്ങളും പൈതൃക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കി തിരുവനന്തപുരത്ത് പത്മനാഭപുരം കൊട്ടാരത്തിലാണ് യാത്ര അവസാനിക്കുന്നത്. നീണ്ട ഒരു 15 ദിവസം, ഏകദേശം 25ഓളം കേരളത്തിലെയും പുറത്തുള്ള ആർക്കിടെക്ട് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അനന്തപുരം ക്ഷേത്രത്തിൽ നിന്നാണ് സംഘം യാത്ര തുടങ്ങിയത്. തുടർന്ന് കാസർകോട്ടെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു. പ്രശസ്ത യക്ഷഗാന പാവകളി കലാകാരനായ KV രമേശിന്റെ വസതിയും സംഘം സന്ദർശിച്ചു. യാത്ര ജൂൺ 10 തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് 18 കാസർഗോഡ്. നെടുമങ്ങാട് ക്രിക്കറ്റ് ലീഗിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപനമായി. ഫൈനലിൽ ലെജൻഡ്സ് റംസാൻ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തിയ ക്രിഷ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായി. ഉമേഷ് ദാമാണ് ലീഗിലെ താരം. ഷഹീൻ മികച്ച ബാറ്ററും സനൽ മികച്ച ബൗളറും അമൽ സിത്താൻ എമർജിംഗ് പ്ലെയറുമായി. വിജയികൾക്ക് VK പ്രശാന്ത് MLA ട്രോഫികളും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. മിമിക്രി താരം ലാൽ ബാബു, കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധികളായ വിജേഷ് PV, പ്രകാശ് കല്ലായം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5545 രൂപ, പവന് 44,360 രൂപ, വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3749 രൂപയാണ്. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തകൾ വിശദമായിട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.